ഞാൻ നിർത്തിയിട്ടിരിക്കുക. ഓക്കെ, വാഹനം നിർത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അറിയോ? നമ്മളിപ്പോൾ ഇങ്ങനെ റോഡിൽ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം നിർത്താൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയോ? ഇപ്പം നമ്മൾ നല്ല സ്പീഡിൽ ഒരു റൺ ചെയ്ത് ക്യാരേജ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തണമെന്ന് പറയാം. അപ്പൊ നിർത്തണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിന് വേഗത കുറയ്ക്കുക എന്നുള്ളതല്ല. നമ്മൾ പോകുന്ന സ്പീഡിൽ തന്നെ നമ്മൾ ആൾക്കാർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതായത് ഈ സിഗ്നൽ കൊടുക്കുക. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ആ സിഗ്നൽ ഇട്ടതിന് ശേഷം നമ്മുടെ പിറകിലുള്ള വാഹനങ്ങളുടെ സുരക്ഷിതത്വം നോക്കാൻ വേണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിററിലേക്ക് ഒന്ന് നോക്കുക. മിററിലേക്ക് നോക്കിയതിന് ശേഷം എന്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട, നമ്മൾ പോകുന്ന റോഡിൽ നമ്മുടെ പിറകിലുള്ള വാഹനം നമ്മുടെ വാഹനം തമ്മിൽ സേഫ് സോൺ ഡിസ്റ്റൻസിലാണോ ആ വാഹനം നോക്കുക. ഓക്കെ, സുരക്ഷിതമാണെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക. വേഗത കുറച്ചതിന് ശേഷം അടുത്തത് നമ്മുടെ മുമ്പിലേക്ക് നോക്കിയിട്ട് നമുക്ക് നിർത്താൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. മനസ്സിലായില്ലേ? പൊസിഷൻ മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വാഹനം കൊണ്ട് നിർത്തണം. അങ്ങനെ നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, ആ സാധനം നിർത്തുന്ന സ്ഥലം നമുക്ക് സേഫ് ആയിരിക്കണം. ഓക്കെ. രണ്ട്, അത് നമുക്ക് കൺവീനിയൻസ് ആയിരിക്കണം. അതായത് നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലമായിരിക്കണം ആ വാഹനം നിർത്തുന്നത്. മൂന്നാമത്തത്, ലീഗലി നമുക്ക് അവിടെ വാഹനം നിർത്താൻ പറ്റുമോ? നിയമപരമായി നമ്മുടെ വാഹനം അവിടെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. അടുത്തത്, ആ വാഹനം നിർത്തുന്ന പൊസിഷൻ, അത് പ്രാധാന്യമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ വാഹനം കൊണ്ട് നിർത്തുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സേഫ് ആയിരിക്കണം നമ്മുടെ വാഹനം കൊണ്ട് നിർത്തുന്ന സ്ഥലം. രണ്ട്, നമുക്ക് കൺവീനിയൻസ് ആയ ഒരു പ്രദേശമായിരിക്കണം. മൂന്ന്, നിയമപരമായി ആ വാഹനം നമുക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റും എന്നുള്ള നിയമം അനുസരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം അത്. നാല്, ലീഗലി ആ വാഹനം അവിടെ നിർത്താൻ പറ്റും നമുക്ക് ഉറപ്പായെങ്കിൽ ഇനി അവിടെ കൊണ്ട് നിർത്തുമ്പോൾ നമ്മുടെ വാഹനം കീപ്പ് ചെയ്യേണ്ടുന്ന പൊസിഷൻ അതുണ്ടാക്കണം. സേഫ് എസ്, കൺവീനിയൻസ് സി, ആൻഡ് ലീഗൽ AL. ഓക്കെ. അടുത്ത P, പൊസിഷൻ. അപ്പൊ അതിന് ചുരുക്കത്തിൽ പറഞ്ഞ സ്കാൽപ്പ് എന്ന് പറയുന്നത്, സ്കാൽപ്പ് സേഫ് ആയിരിക്കണം, കൺവീനിയൻസ് ആയിരിക്കണം, ലീഗലി നമുക്കവിടെ നിർത്താൻ പറ്റുന്നതായിരിക്കണം. അടുത്ത് നമ്മൾ വിളിക്കുന്ന പൊസിഷൻ.